ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ ആദ്യമായിട്ടാണ് വരുന്നത്. ഓ ഐ സി. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നിട്ട് സ്ഥിരമായിട്ട് വന്നോളൂ കേട്ടോ. ഞാൻ കൊടാശ്ശേരി റേഷൻ പീടികയിൽ വന്ന് അതിൻ്റെ ആവശ്യമില്ല, ആദ്യം ഇതിൽ പമ്പെടുക്കുന്നുണ്ട് അല്ലേ റേഷൻ പീടിയാവൂ. ഇത്ത സുഖാണോടാ? സുഖാണല്ലോടാ. ക്യൂട്ട് ബോയ് മെമ്പർ ആയിട്ടില്ല കേട്ടോ, ക്യൂട്ട് ബോയ് മെമ്പർ ആവേ. ഇത്ത നാട്ടിൽ എവിടെയാണ്? എന്നോട് ഞാൻ ഒരു വട്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഹസ് എവിടെയാണ്? ഹസ് എവിടെയാണെന്നാവാം. ഞാനിനി തൊട്ട് ഒറ്റക്കായിരിക്കും. അതെ ഗായ്സ്, ഞാനിനി തൊട്ട് ഒറ്റക്കായിരിക്കും എൻ്റെ ലൈഫിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ വീഡിയോസിലും. ഓക്കെ, മൂന്നാമത്തെ ലൈക്ക് അടിച്ചു. താങ്ക് യു. അപ്പോൾ ഞാനൊരു കാര്യം എല്ലാവരോടും കൂടി അനൗൺസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇനി തൊട്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ വീഡിയോസിലും ഞാനിനി ഒറ്റക്കായിരിക്കും. ആരും എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കതൊന്നും പറയാൻ ഇഷ്ടമില്ല. ഓക്കെ ഫൈൻ. എനിക്ക് മറന്നു പോയി. ഞാനിവിടെ മറക്കാൻ പാടുന്നോട് ഞാൻ എന്നെ മറന്നില്ലല്ലോ. അതെനിക്ക് പുച്ഛം. ഐ ഡോണ്ട് കെയർ. എത്തുകാരായ കുറച്ചപ്പുറത്ത്. ആദ്യം മെമ്പറാവേ, എന്നിട്ട് വർത്താനം പറയട്ടാ. അതെ അതെ. അയ്യോ അയാനെ കണ്ടില്ലല്ലോ ഇന്ന്. തോമസിനെ കണ്ടില്ല. ഇക്കൈത്താനോട് പെടങ്ങിയോ? യു മീൻ പിണങ്ങിയോ? ഞാനിപ്പോൾ വരാം, നീ വരണട്ടാ. നാട്ടിലെവിടെയാണ്? മലപ്പുറം. എന്തിനാണ് പുച്ഛം? അതെല്ലാവർക്കും എന്നോടൊരു പുച്ഛം. എന്താ ചെയ്യുക, ഞാനൊരു പാവായി കൊണ്ട് എല്ലാവരും എന്നെ പുച്ഛിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് കെയർ ആണെന്നില്ലേ, എനിക്ക് പ്രശ്നമല്ല. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. റഫീഖ് അമ്മ. സോറി, മ്യൂട്ടായി പോയി. ഇപ്പം ശരിയായില്ലേ? ഇപ്പം ശരിയായോ? സോറി, എൻ്റെ കൈ തട്ടിപ്പോയതാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്താലും കുറ്റമാണ്. അവസ്ഥ എന്ത് പറ്റി? എല്ലാവർക്കും ശത്രുക്കളുണ്ടോ? ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ശത്രുക്കൾ. അതൊന്നും നോക്കിയിട്ട് അതൊന്നും നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റൂലേ വേറൊരാളെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരാളിങ്ങനെ അങ്ങനെ മേഡ് ചെയ്തമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്ക്കൂല. നമ്മൾ അതിഷ്ടപ്പെടാത്ത പോലെ തന്നെയാവും നമ്മൾ ചുറ്റുപാടും ഉണ്ടാവുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ ശത്രുക്കൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ, അല്ലെങ്കിൽ ഒരാളും കുറ്റം പറയാത്ത പോലെ ഒന്നും ജീവിക്കാൻ നമ്മളെ കൊണ്ട് വയ്ക്കൂല. എന്നെ കൊണ്ട് വയ്ക്കൂല കേട്ടോ. എൻ്റെ കൂടെ നിന്നവരാണ്. അത് തനിക്ക് മാത്രമല്ലടോ, എല്ലാവരും സംബന്ധിച്ചും അത് തന്നെ ഉണ്ടാവുക. ഓൾമോസ്റ്റ് നമ്മളെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നമ്മൾ കൊണ്ട് നടന്ന പോലെ തന്നെയായിരിക്കും. പിന്നെ പോലെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ വിശ്വസിച്ച് സിൻസിയറായിട്ട് നമ്മൾ തുറന്ന് പറഞ്ഞ പല കാര്യങ്ങളായിരിക്കും ഓലിക്ക് നമുക്കെതിരെയുള്ള ആയുധങ്ങൾ. ഓക്കെ, പ്രശ്നം എന്താണ് പറ? പ്രശ്നമൊന്നുമില്ലല്ലോടാ. ഹിയ സൈനുദ്ദീൻ ബാവ. എല്ലാവരെ സംബന്ധിച്ചും ശത്രുക്കളും ഓലൊക്കെ തന്നെയാണ്. എന്നെ സംബന്ധിച്ചും ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചും ശത്രുക്കൾ ഓലൊക്കെ തന്നെയാണ്. അത് പോയിന്റ്. ഇന്നത്തെ തമ്മനയിൽ എനിക്ക് 23 ശത്രുക്കൾ. അങ്ങനെ ഇടൂലെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ